രഹസ്യമായി തിന്മകളിലേക്ക് പോവുക. നല്ല ആലോചിക്കണം. ഇന്ന് എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ ഉണ്ട്. ഭാര്യ അറിയാത്ത, ഭർത്താവ് അറിയാത്ത, മക്കൾ അറിയാത്ത, പിതാവ് അറിയാത്ത സ്വകാര്യ നിമിഷങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ട്. ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, എനിക്ക് കുറച്ചാളുകളെ അറിയാം, അവരെന്റെ സമുദായത്തിൽപ്പെട്ടവരാണ്, അവർ നാളെ പരലോകത്ത് വരും. ഉയർന്നു നിൽക്കുന്ന തിഹാമ പർവ്വതത്തിന്റെ അത്രമാത്രം വലുപ്പമുള്ള നന്മകളുമായിട്ട് അവർ വരും. ബീലൻ, വെളുത്ത തിഹാമ പർവ്വതത്തെ പോലെ. ആ കൊണ്ടുവന്ന നന്മകളെല്ലാം അവിടെ ഫലപ്പെടാതെ ധൂളികളായി പറത്തിക്കളയും, നിഷ്ഫലമായി പോകും. യാ റസൂലല്ലാഹി സിഫും ലനാ, റസൂലേ ഞങ്ങൾക്ക് അവരെ പറഞ്ഞു തരൂ, ഞങ്ങളൊക്കെ ധാരാളം നന്മ ചെയ്യുന്നവരല്ലേ, ആരാണ് അവരെന്ന് പറഞ്ഞു തരൂ എന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അമാ ഇന്നഹും ഇഖ്വാനുക്കും, അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്. വമിൻ ജിൽദതിക്കും, നിങ്ങളിൽപ്പെട്ടവരാണവർ. വയഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ, നിങ്ങൾ നമസ്കരിച്ചതുപോലെ അവർ രാത്രി നമസ്കരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്ത എല്ലാ കർമ്മങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. വലാകിന്നഹും അഖ്വാമുൻ ഇദാ ഖലൗ, അവരൊരു കൂട്ടം ആളുകളാണ്, അവർ സ്വകാര്യതയിലേക്ക് നീങ്ങിയാൽ, കുടുംബം അറിയാത്ത, സുഹൃത്തുക്കൾ അറിയാത്ത, നാട്ടുകാരറിയാത്ത സ്വകാര്യ നിമിഷങ്ങൾ അവർക്ക് കിട്ടിയാൽ അവരെന്ത് ചെയ്യും? ഇൻതഹഖുഹ, അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ അവർ പിച്ച് ചീന്തും. അവർക്കുടെ കർമ്മങ്ങളൊന്നും പരപ്പെടാതെ അവർ പരലോകത്ത് വരുമെന്ന്. സുഹൃത്തുക്കൾ, ഒരു ആത്മപരിശോധന നമ്മൾ നിർത്തിയിട്ടുണ്ടാവും. ഈ റമദാനിക്ക് നമ്മൾ എന്തായാലും നിർത്തിയിട്ടുണ്ടാവും. അത് തുടങ്ങാതിരുന്നാൽ മാത്രം മതി. തുടങ്ങിയാൽ ആലോചിക്കുക, ഈ റമദാൻ വെറുതെയാവും, ഈ രാത്രി നമസ്കാരങ്ങൾ വെറുതെയാകും, കൊടുത്ത സദഖകൾ വെറുതെയാകും, ആഗ്രഹിച്ച് ചെയ്ത നന്മകളും ദാനങ്ങളും വെറുതെയാകും. അതുകൊണ്ട് രഹസ്യ ജീവിതത്തിലെ തിന്മകളിലേക്ക് മടങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക.